സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നാച്ചുറൽ ലോഗരിതം എന്താണ്, അതിന്റെ ഡെഫിനിഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിന്റെ ഡിഫറൻസിയേഷനും അതിന്റെ ഇന്റഗ്രേഷനും ഒന്നോ രണ്ടോ പ്രോബ്ലംസുമാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തത്. ഈ തരം ഫംഗ്ഷനുകളെയൊക്കെ, ഈ ലോഗരിതം പോലത്തെ ഫംഗ്ഷനുകളൊക്കെ, സൈൻ കോസിനെയൊക്കെ നമ്മൾ ഒരു പ്രത്യേക പേര് കൊടുത്തിട്ടാണ് വിളിക്കുക. ട്രാൻസിഡന്റൽ ഫംഗ്ഷൻസ് എന്നാണ് അതിനെ വിളിക്കാറ്. അപ്പോൾ അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എന്താണ് ലോഗരിതം? നാച്ചുറൽ ലോഗരിതം എന്താണ്? ln(x) is defined as ln(x) equal to, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ln(x) equal to integral 1 to x 1/t dt എന്നുള്ളതാണ് ലോഗരിതത്തിന്റെ ഡെഫിനിഷൻ. അത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടുള്ള ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ തൊട്ടടുത്ത സെക്ഷൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് നാച്ചുറൽ ലോഗരിതംസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് നാച്ചുറൽ ലോഗരിതംസ്. വെറും പ്രോപ്പർട്ടീസ് അല്ല, നമ്മൾ അതിന്റെ പ്രൂഫും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന പ്രോപ്പർട്ടി തന്നെയാണ്. സം പ്രൊഡക്റ്റ് റൂൾ എന്താണ്, കോഷ്യന്റ് റൂൾ എന്താണ് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പ്ലസ് ടുവിലും താഴെ സെമസ്റ്ററുകളിലൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ആ റൂളും അതിൻ്റെ ഒപ്പം അതിന്റെ പ്രൂഫും കൂടെ നമ്മൾ മാത്സ് BSc മെയിൻ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ആ റൂളുകളും അതിന്റെ പ്രൂഫും നമ്മൾ പഠിക്കുന്നതായിരിക്കും. സപ്ലിമെന്ററി അല്ലെങ്കിൽ കോംപ്ലിമെന്ററി പേപ്പറുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് പറയില്ല. പക്ഷെ മെയിൻ ആയതുകൊണ്ട് ഇതിന്റെ പ്രൂഫ് അടക്കം നിങ്ങൾ പഠിച്ചിരിക്കണം. സോ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റൂൾ ആണ്. നിങ്ങൾക്കറിയാം, log mn is log m plus log n എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ln(ax) എയും എക്സും ഒക്കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനത്തെ നെഗറ്റീവ് നമ്പേഴ്സിന് ലോഗരിതം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ln(ax) equal to ln(a plus ln(x). അപ്പൊ ഞാൻ ടെക്സ്റ്റിലത്തെ, നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റിലത്തെ പ്രൂഫ് തന്നെ പറയാം. ഇതേപോലെയാണ് ടെക്സ്റ്റിലത്തെ പ്രൂഫ് പോയിട്ടുള്ളത്, അതേപോലെ തന്നെ പറയാം. വേറെയും പ്രൂഫുകൾ ഉണ്ട് ഇതിന്. ഇതേപോലെ തന്നെ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ള പ്രൂഫുകൾ വേറെ ഉണ്ട്. എനിവേ, ln(ax) equal to ln(a plus ln(x) log mn equal to log m plus log n നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനെ നാച്ചുറൽ ലോഗരിതത്തിന്റെ ഭാഷയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ln(ax) നാച്ചുറൽ ലോഗരിതം ഓഫ് ax is the same as ln(a plus ln(x). അപ്പൊ നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാം. ഇത് അതിന്റെ പ്രൂഫാണ്. നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് എടുക്കുകയാണ്. f(x) equal to ln(ax) അതൊരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കും. f(x) f(x) equal to ln(ax) and I am taking g(x) equal to ln(x). അപ്പൊ നമ്മുടെ f(x) എന്ന് പറയുന്നത് ln(ax) ഉം g(x) എന്ന് പറയുന്നത് എന്താണ്? ln(x) ഉമാണ്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. df by dx എന്ന് പറഞ്ഞാൽ 1/ax into a. അപ്പൊ a നമ്മൾ തൽക്കാലത്തിന് കോൺസ്റ്റന്റ് ആയിട്ട് കണക്കാക്കുകയാണ്. പാർഷ്യൽ ഡെഫിനിഷൻ ഒക്കെ വേണമെങ്കിൽ പറയാം. എനിവേ, df by dx equal to 1/ax. ln(ax) ന്റെ ഡെഫിനിഷൻ, ln(x) ന്റെ ഡെഫിനിഷൻ 1/x ആണ്. അപ്പൊ ln(ax) ന്റെ ഡെഫിനിഷൻ 1/ax ആയിരിക്കും. അപ്പൊ 1/ax, ഇനി ax ന്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ax ന്റെ a ആണ്. അപ്പൊ 1/ax into a. അപ്പൊ df by dx equal to 1/x. a ക്യാൻസൽ ആക്കി കളയാം. അപ്പൊ df by dx equal to 1/x എന്ന് കിട്ടും. df by dx equal to 1/x. ഇതേപോലെ g(x) പറയുന്നത് ln(x) ആണ്. അപ്പൊ dg by dx നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. dg by dx equal to again 1/x. അപ്പൊ df by dx equal to 1/x. ഇതാണ് f(x). dg by dx is also equal to 1/x. g(x) ln(x) ആണ്. അപ്പോൾ തൊട്ട് മുന്നത്തെ സെമിസ്റ്ററിൽ സെക്കൻഡ് സെമിൽ നിങ്ങൾ കാൽക്കുലസ് പഠിച്ചിട്ടുണ്ടാകും. if f(x) equal to g(x), then f(x) equal to g(x) plus c. ഒരു കോൺസ്റ്റന്റിന്റെ വ്യത്യാസം മാത്രമേ രണ്ട് ഫംഗ്ഷനുകൾ തമ്മിൽ ഉണ്ടാവുള്ളൂ if their derivatives are the same. അപ്പോൾ ഇവിടെ f(x) ന്റെയും g(x) ന്റെയും ഡെറിവേറ്റീവ്സ് സെയിം ആണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ചെറിയൊരു കോൺസ്റ്റന്റിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് മുന്നേ പഠിച്ചിട്ടുള്ള റൂളാണ്. അപ്പോൾ we can write f(x) equal to g(x) plus c. അതായത് since df by dx equal to dg by dx, f and g differ only by a constant, that is f(x) equal to g(x) plus c. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. that is ln(ax) equal to ln(x) plus c. f(x) എന്ന് പറഞ്ഞാൽ ln(ax) ആണ്, g(x) എന്ന് പറഞ്ഞാൽ ln(x) ആണ്. അപ്പോൾ ln(ax) equal to ln(x) plus c. ഇവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ln(ax) നെ f(x) ആയിട്ട് എടുത്തു, ln(x) നെ g(x) ആയിട്ട് എടുത്തു. രണ്ടിന്റെയും ഡെറിവേറ്റീവ് സെയിം ആണ്. ഡെറിവേറ്റീവ് സെയിം ആയതുകൊണ്ട് f(x) equal to g(x) plus c എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അതായത് ln(ax) അതാണ് f(x), ln(ax) equal to ln(x) plus c, g(x) ln(x) plus c. അത്ര മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഈ c എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. c എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് I am substituting x equal to 1.
അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സ് ഇക്വൽ 1 എന്ന് കൊടുക്കുമ്പോൾ വി ഗെറ്റ് ln a ഈക്വൽ ടു ln 1 പ്ലസ് സി. എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ln 1 പ്ലസ് സി. ln 1 0 ആണ്. അതും ഇന്നലെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്റഗ്രൽ 1 to 1 1/2 dt that is 0 ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ln a ഈക്വൽ ടു 0 പ്ലസ് സി എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ ln a ഈക്വൽ ടു സി. അപ്പോൾ സി എന്താണ്? ln a ആണ്. അപ്പോൾ ഈ സിയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ln a x ഈക്വൽ ടു ln x പ്ലസ് സി ആണ്. പക്ഷെ സി എന്ന് പറഞ്ഞാൽ ln a ആണ്. അപ്പോൾ ln a x ഈക്വൽ ടു ln x പ്ലസ് ln a. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് പ്രോപ്പർട്ടി. പ്രൂഫും പഠിക്കേണ്ടതാണ്, ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാവുന്നതാണ്. പ്രൂഫും അതിന്റെ റിസൾട്ടും ബൈ ഹാർട്ട് ചെയ്യണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഓഫ് ലോഗരിതംസ് എന്ന് പറയുന്നത്. log m പ്ലസ് mn പറയുന്ന പോലെ തന്നെ ln ax ln ആകുന്നത് മാത്രമേ ഉള്ളൂ. അടുത്ത കോഷ്യൻ റൂൾ ആണ്. അതും നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. log m by n ഈക്വൽ log m മൈനസ് log n പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് ln x by a ഈക്വൽ ടു ln x മൈനസ് ln a. ln x by a equal to ln x minus ln a. log m by n equal to log m minus log n. അതിന്റെ പ്രൂഫിലേക്കാണ് നമ്മൾ പോകുന്നത്. അഗൈൻ നമുക്കറിയാം ln ax equal to ln a plus ln x ഫസ്റ്റ് നിന്ന് കിട്ടുന്നതാണ്. ln ax equal to അപ്പോൾ ഇതിന്റെ പ്രൂഫിലേക്കാണ് പോകുന്നത്. ln x by a equal to ln x minus ln a എന്ന് പറയുന്നത് ഇതിന്റെ പ്രൂഫിലേക്കാണ് പോകുന്നത്. നമ്മൾ തൊട്ട് മുന്നത്തത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ln ax equal to ln a plus ln x. ln ax equal to ln a plus ln x. ഇതിൽ ഞാൻ ഈ ഇക്വേഷനിൽ ഞാൻ x-ന് 1/a എന്ന് കൊടുക്കും. x-ന് 1/a എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ln a ഇതിൽ x-ന് 1/a എന്ന് കൊടുക്കുമ്പോൾ ln a into 1/a ln a into 1/a equal to ln a plus ln 1/a. x-ന് 1/a എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇതിൽ x-ന് 1/a എന്ന് കൊടുക്കുമ്പോൾ ln a into 1/a equal to ln a plus ln 1/a. അപ്പോൾ this is ln a into 1/a ln 1 ആണ്. ln 1 എന്ന് പറയുമ്പോൾ that is 0. ln a into 1/a equal ln 1 equal to 0. അപ്പോൾ നിങ്ങൾക്ക് 0 equal to ln a plus ln 1/a എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം 0 equal to ln a plus ln 1/a. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ln a നെ അല്ലെങ്കിൽ ln 1/a നെ ഇപ്പുറത്തോട്ട് ln a 1/a നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ln 1/a equal to minus ln a. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ ln a നെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ln 1/a equal to minus ln a. ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് കിട്ടും. അപ്പോൾ ln x by a equal to ഇനി നമ്മൾ ഇതിലേക്ക് എത്തിക്കാൻ പോവാണ്. ln x by a equal to ln of x into 1/a. ln x by a equal to ln x into 1/a. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ln x plus ln 1/a. അപ്പോൾ ln x by a equal to ln x plus ln 1/a. പക്ഷേ ln 1/a എന്താണ്? മൈനസ് ln a ആണ്. അപ്പോൾ this is ln x minus ln a. അപ്പോൾ ln x by a equal to ln x minus ln a. ln x by a equal to ln x plus ln 1/a ആണ്. ln 1/a minus ln a ആണ്. അതിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. That is ln x by a equal to ln x minus ln a. അപ്പോൾ that is ln x by a equal to ln x minus ln a and hence the proof. ഇതാണ് കോഷ്യൻ റൂളിന്റെ പ്രൂഫ്. പെട്ടെന്ന് ഓർമ്മ വരില്ലേ? പ്രൂഫുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോ പ്രൂഫും മിനിമം 5 ടൈംസ് എങ്കിലും എഴുതി പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ പ്രൂഫ് നിങ്ങൾക്ക് സന്ദർഭത്തിനനുസരിച്ച് ഓർമ്മ വരികയുള്ളൂ. ആദ്യത്തെ പ്രൂഫ് എങ്ങനെയാണ്, രണ്ടാമത്തെ പ്രൂഫ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അത്ര പറയുന്നതിന്റെ കാര്യത്തിൽ നിങ്ങൾ മറന്നു പോകും, അല്ലെങ്കിൽ കേൾക്കുന്നവർ മറന്നു പോകും. അപ്പോൾ ഇതിന് ഒറ്റ മാർഗ്ഗം ഉള്ളത് ഒരു 5-10 പ്രാവശ്യം ഓരോ പ്രൂഫും എഴുതി പഠിക്കുക. സോ ദാറ്റ് ഈസ് അവർ കോഷ്യൻ റൂൾ. 1-2 പ്രാവശ്യം വീഡിയോ കണ്ടു നോക്കുക. വളരെ എളുപ്പമുള്ള പ്രൂഫാണ്. കുറച്ച് സ്റ്റെപ്പുകൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് അസംഷൻസ് ഉള്ളത് കൊണ്ടൊക്കെ കൺഫ്യൂഷൻ തോന്നുന്നതാണ്. 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് പവർ റൂളാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. log a raised to x is x log a, അല്ലെങ്കിൽ log a raised to n is n log a എന്നുള്ളത് നിങ്ങൾ ലോഗരിതത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ വരുന്നത് പവർ റൂൾ ln x raised to n equal to n ln x. ln x raised to n equal to n ln x for x greater than 0 and n is rational. അതിലേക്ക് ഞാൻ വല്ലാതെ ഡെപ്തിലേക്ക് പോകുന്നില്ല. അത് ഓർത്താൽ മതി. ഈ കാര്യങ്ങളോ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഓബ്വിയസ് ആണ്, കാരണം അല്ലാത്തതിന് ലോഗരിതം ഡിഫൈൻ ചെയ്തിട്ടില്ല. n റാഷണൽ കൂടി ആയിരിക്കണം അതിന്റെ കൂട്ടത്തിൽ. ഡെപ്തിലേക്ക് പോയാൽ കൺഫ്യൂഷൻ ആവും. തൽക്കാലത്തിന് എങ്ങനെ ഇരിക്കട്ടെ, ln x raised to n equal to n ln x. അതായത് log x raised to a equal to a log x, അല്ലെങ്കിൽ log x raised to n equal to n log x എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് അറിയുന്ന റൂളാണ്. നാച്ചുറൽ ലോഗരിതത്തിന്റെ രൂപത്തിൽ പറയുന്നു മാത്രമേ. ln x raised to n equal to n ln x.
ഇവിടെ നമ്മൾ ആദ്യത്തെ ഇതിൽ ചെയ്ത പോലെ രണ്ട് ഫംഗ്ഷൻ ആയിട്ട് കണക്കാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഐ ആം ടേക്കിംഗ് y1 = ln x raised to n. ഇത് നമ്മുടെ y1 ആണ്. f of x എടുത്ത പോലെ ഇവിടെ f of x എടുത്ത പോലെ ഇവിടെ y1 എടുക്കുന്നതേ ഉള്ളൂ. y1 ഇതാണ് കുറച്ചും കൂടെ സൗകര്യം എന്നെങ്കിൽ ഇത് എടുക്കാം, അല്ലെങ്കിൽ f of x വെച്ചിട്ടും ചെയ്യാം. f of x g of x വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ ആം ടേക്കിംഗ് y1 = ln x raised to n and y2 = n ln x. ഇവിടെ എടുത്തില്ലേ, ഇവിടെ എടുത്ത് അതേപോലെ തന്നെയാണ്. ഞാൻ ഇവിടെ f of x = ln ax എന്നെടുത്തു, g of x = ln x എന്നെടുത്തു. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. y1 = ln x raised to n എന്നും y2 = n ln x എന്നുമാണ് എടുക്കുന്നത്. ചെറിയൊരു വ്യത്യാസം മാത്രമേ, രണ്ട് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. ഞാൻ രണ്ടിന്റെയും ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുകയാണ്. dy1/dx, d of y1, dy1/dx എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. dy1/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x raised to n into n x raised to n minus 1. ഇതിന്റെ ഡിഫറൻഷ്യൽ ln x ന്റെ 1/x ആണ്. അപ്പോൾ ഇതിന്റെ 1/x raised to n, x raised to n ന്റെ ഡിഫറൻഷ്യൽ n x raised to n minus 1. അപ്പോൾ 1/x raised to n into n x raised to n minus 1, that is n/x. x raised to n minus 1 x raised to n ക്യാൻസൽ ആയി കളയുമ്പോൾ n/x. y2 എടുക്കുക. y2 എന്ന് പറഞ്ഞാൽ y2 ഡിഫറൻഷ്യൽ ഓഫ് y2 is dy2/dx. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n into 1/x, അതായത് n നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വിത്ത് റെസ്പെക്ട് to x ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ n ഇതിനെ ln x ഡിഫറൻഷ്യൽ 1/x ആണ്. അപ്പോൾ dy2/dx = n/x. അപ്പോൾ dy1/dx = n/x, dy2/dx also is n/x. അപ്പോൾ y1 ന്റെയും y2 ന്റെയും ഡിഫറൻഷ്യൽ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ y1 = y2 പ്ലസ് രണ്ട് ഫംഗ്ഷൻ നമ്മൾ ഒരു കോൺസ്റ്റന്റിന്റെ വ്യത്യാസമേ ഉണ്ടാവുകയുള്ളൂ. ഇഫ് ടു ഫംഗ്ഷൻസ് ഹാവ് ദ സെയിം ഡെറിവേറ്റീവ് then they differ only by a constant. അപ്പോൾ y1 ന്റെയും y2 ന്റെയും ഡിഫറൻഷ്യൽ സെയിം ആണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം ഒരു കോൺസ്റ്റന്റിന്റെ മാത്രമായിരിക്കും. അപ്പോൾ y1 = y2 പ്ലസ് c. അതായത് y1 എന്താണ്? ln x raised to n ആണ്. ln x raised to n = n ln x. y2 എന്ന് പറഞ്ഞാൽ n ln x ആണ്. n ln x പ്ലസ് c. c എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. c കണ്ടുപിടിക്കാനായിട്ട് ഞാൻ x ന് 1 എന്ന് കൊടുക്കുകയാണ്. x ന് 1 എന്ന് കൊടുക്കുമ്പോൾ ln1, x ന് 1 എന്ന് കൊടുക്കുമ്പോൾ ln1 raised to n, that is ln1 equal to ഇതിൽ x ന് 1 എന്ന് കൊടുക്കുമ്പോൾ n ln1 plus c. x ന് 1 എന്ന് കൊടുക്കുക. അപ്പോൾ ln1 = n ln1 plus c. This is 0. This is also 0. ln1 0 ആണ്. അപ്പോൾ ഇവിടെ 0 ആകും, ഇതും 0 ആകും. In turn അല്ലെങ്കിൽ as a result we get c = 0. അപ്പോൾ ഈ c എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ അതെടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ln x raised to n = n ln x. അപ്പോൾ ഇതും ഒരു പ്രത്യേക തരം പ്രൂഫാണ്. ഇങ്ങനെ മാത്രമേ ഇത് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, വേറെ വഴി കൂടെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓർക്കുക, ഇതിന് y1 എന്ന് കൊടുത്തു, ഇതിന് y2 എന്ന് കൊടുത്തു, രണ്ടിന്റെയും ഡെറിവേറ്റീവ് സെയിം ആണ്. അപ്പോൾ y1 ഉം y2 ഉം c എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് y1 = y2 plus c, അതായത് ln x raised to n ln x plus c. x ന് 1 എന്ന് കൊടുക്കുക, അപ്പോൾ c = 0 എന്ന് കിട്ടും. അതെടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ you get ln x raised to n = ln x, n ln x എന്ന് കിട്ടും. ഒന്നും കൂടെ വീഡിയോ കാണുകയോ ഒന്ന് സൂം ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ എഴുതി നോക്കുകയോ വായിച്ച് നോക്കുകയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ 5-10 പ്രാവശ്യത്തൊന്ന് പ്രൂഫ് എഴുതി പഠിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയാനും നല്ലത് തന്നെയാണ്. സോ ദാറ്റ് ഈസ് ദ പവർ റൂൾ. അപ്പോൾ പ്രൊഡക്റ്റ് റൂളായി, കോഷൻ റൂളായി, പവർ റൂളായി. ഇനി രണ്ട് ചെറിയ റിസൾട്ടും കൂടിയാണ്. ചെറുതല്ല എങ്കിലും കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് റിസൾട്ടുകളാണ്. ലിമിറ്റ് x tends to infinity ln x = infinity. ലിമിറ്റ് x tends to infinity ln x = infinity എന്നുള്ളതാണ്. x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അതിന്റെ ലോഗരിതവും എന്തിലേക്ക് പോകുന്നു? ഇൻഫിനിറ്റിയിലേക്ക് പോകും. നോക്കിക്കഴിഞ്ഞാൽ ഒബ്വിയസ് ആണ്. ലോഗരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ 1 to x ആണ്. അപ്പോൾ x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എങ്ങടാ പോവുക സംഭവം? ഇൻഫിനിറ്റി വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോവുക. പക്ഷെ നമുക്കത് പ്രൂവ് ചെയ്യണം. അപ്പോൾ we have to prove that ln x tends to infinity, limit x tends to infinity ln x = infinity എന്ന് പ്രൂവ് ചെയ്യണം. നോക്കാം. Now fx = ln x, f dash x = 1/x, that is always greater than 0. കാരണം x greater than 0 ആണ്. നെഗറ്റീവ് നമ്പേഴ്സിന് 0ക്കും നെഗറ്റീവ് നമ്പേഴ്സിന് ലോഗരിതം ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ x greater than 0 ആയതുകൊണ്ട് 1/x is always greater than 0. അപ്പോൾ fx ln x ആണ്, f dash x 1/x ആണ്. 1/x is always greater than 0, that is derivative is positive. Derivative positive ആകുമ്പോൾ the function will be increasing function. Hence f of x = ln x is an increasing function of x. അത് നമ്മൾ കാൽക്കുലസ് 1 പഠിച്ചിട്ടുള്ളതാണ്. f dash x greater than 0 in a particular interval, then the function will be increasing. അപ്പോൾ f dash x = 1/x, x greater than 0 ആണ്. അപ്പോൾ 1/x is greater than 0 always. അപ്പോൾ ln x ഒരു increasing function of x ആണ്. ln x is an increasing function of x.
ഇനി അടുത്തേക്ക് വരിക. കൺസിഡർ ln2 raised to n. ln2 raised to n equal to n ln2. ഈ റൂൾ പ്രകാരം ln2 raised to n equal to n ln2. Okay, ln2 raised to n equal to n ln2. Now as n tends to infinity, n ln2 tends to infinity. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, n ന് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ n ln2 എങ്ങടാ പോകുന്നത്? ln2 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ n ln2 n tends to infinity വരുമ്പോൾ n ln2 goes to infinity as n tends to infinity. അതിന്റെ അർത്ഥം ln2 raised to n tends to infinity as n tends to infinity. ln2 raised to n tends to infinity as n tends to infinity. അപ്പോൾ ln2 raised to n equal to n ln2 as n tends to infinity, n ln2 goes to infinity. അപ്പോൾ ln2 raised to n tends to infinity as n tends to infinity. അപ്പോൾ ln2 raised to n എന്ത് തന്നെ ആയിക്കോട്ടെ, n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നാച്ചുറൽ ലോഗരിതം ഓഫ് 2 raised to n ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. അപ്പോൾ അത് പ്രകാരം മാത്രമല്ല, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ln x എന്ന് പറയുന്ന ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ln3 raised to n tends to infinity as n tends to infinity. ln4 raised to n tends to infinity as n. അപ്പോൾ 2 raised to n ഇൻഫിനിറ്റി, ln2 raised to n ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ് ln എന്ന് പറയുന്നത്. അപ്പോൾ ln3 raised to n എവിടേക്ക് പോകും? 2 3നേക്കാൾ ചെറുതാണ്, അതായത് 3 2നേക്കാൾ വലുതാണ്. അപ്പോൾ എങ്ങനെ പോവുക? എക്സ് കൂടുമ്പോഴും ഫംഗ്ഷന്റെ വാല്യൂ കൂടും. ഇൻക്രീസിംഗ് ആയതുകൊണ്ട് എക്സ് കൂടുന്നതോറും ഫംഗ്ഷന്റെ വാല്യൂ കൂടണം. അപ്പോൾ ln2 raised to n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ln3 raised to n ഇൻഫിനിറ്റിയിലേക്ക് പോകും, ln4 raised to n ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഈ 2 raised to n ഉം 3 raised to n ഉം 4 raised to n ഉം ഒക്കെ പറയാം നമ്മൾ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. എങ്ങോട്ട് ആ ഫംഗ്ഷൻ പോവുക? ln x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ln x will also tends to ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ln2 raised to n ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ x tends to infinity എന്ന് പറയുമ്പോൾ ln x tends to infinity, അപ്പോൾ x will be greater than 2 raised to n. അപ്പോൾ ln2 raised to n tends to infinity. So for x tends to infinity, ln x will tends to infinity because ln x is an increasing function of x. അതിന്റെ റീസൺ ഇതാണ്, f dash x equal to 1 by x ആണ്, that is greater than 0 for x greater than 0. നെഗറ്റീവ് നമ്പേഴ്സിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ലോഗരിതം തന്നെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രൂഫ് ഓർത്ത് വയ്ക്കുക. പ്രൂഫ് ഇനി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1-2 പ്രാവശ്യം വായിച്ച് നോക്കുക. പക്ഷേ ഈ റിസൾട്ട് ഓർത്ത് വയ്ക്കുക. ലിമിറ്റ് x tends to infinity, ln x equal to infinity. നാച്ചുറൽ ലോഗരിതം as x tends to infinity is infinity. ഇനി അടുത്ത റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് x tends to 0 plus ln x equal to minus infinity. ലിമിറ്റ് x tends to 0 plus ln x equal to minus infinity. അപ്പോൾ x 0ന്റെ റൈറ്റിൽ നിന്ന് 0ലേക്ക് വന്നു കഴിഞ്ഞാൽ 0 പ്ലസ് എന്ന് പറയുമ്പോൾ സപ്പോസ് ദിസ് ഇസ് 0, അപ്പോൾ x എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. x 0ലേക്ക് 0 പ്ലസ് ആണ്. അപ്പോൾ ആസ് ലിമിറ്റ് x tends to 0 പ്ലസ്, അതായത് x 0ലേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നു. അപ്പോൾ ln x എങ്ങോട്ടാണ് പോകുന്നത്? മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുക. x 0ലേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ ln x എവിടേക്ക് പോകുന്നു? മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. Now ഞാൻ എന്താ ചെയ്യുന്നത്? ലിമിറ്റിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. I am substituting t equal to 1 by x. t എന്ന് പറയുന്ന 1 by x എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ലിമിറ്റിന് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. t equal to 1 by x ആണ്. അപ്പോൾ t equal to 1 by x ആയതുകൊണ്ട് x tends to 0 എന്ന് പറയുമ്പോൾ x tends to 0 plus എന്ന് പറയുമ്പോൾ t എങ്ങോട്ടാ പോവുക? 1 by 0, that is infinity. അപ്പോൾ x tends to 0 plus is the same as t tends to infinity. അല്ലെങ്കിൽ when x tends to 0 plus t equal to infinity or t tends to infinity എന്ന് പറയാം. കാരണം as t equal to 1 by x, x tends to 0 അല്ലെങ്കിൽ 0 plus x 0ലേക്ക് എവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ t എങ്ങോട്ടേ പോവുകയുള്ളൂ? ഇൻഫിനിറ്റിയിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ലിമിറ്റ് x tends to 0 plus ln x എന്തായിരിക്കും? x tends to 0 പ്ലസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? t tends to infinity എന്ന് കൊടുക്കാം. ഞാൻ x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ x പകരം t യുടെ ടേംസിലേക്ക് ആക്കണം. അപ്പോൾ ലിമിറ്റ് x tends to 0 plus ln x, x tends to 0 plus എന്ന് പറഞ്ഞാൽ അതിന് പകരം എന്ത് കൊടുക്കാം? നമുക്ക് t tends to infinity എന്ന് കൊടുക്കാം. കാരണം x tends to 0 plus ആണെങ്കിൽ t will tends to infinity. t എന്ന് പറയുന്നത് 1 by x ആയതുകൊണ്ട് x tends to 0 ആയതുകൊണ്ട് t tends to infinity. അപ്പോൾ ലിമിറ്റ് x tends to 0 plus ln x is the same as ലിമിറ്റ് t tends to infinity ln 1 by t. x ന് 1 by t എന്നാണ് ഞാൻ കൊടുക്കുന്നത്. t equal to 1 by x, അപ്പോൾ x equal to 1 by t. അപ്പോൾ ലിമിറ്റ് x tends to 0 plus ln x equal to ലിമിറ്റ് t tends to infinity, അത് ഇവിടുന്ന് കിട്ടുന്നതാണ്. ലിമിറ്റ് t tends to infinity ln 1 by t, that is limit t tends to infinity ln 1 minus ln t. കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുന്നതാണ്. ln 1
minus ln t. That is limit t tends to infinity. ln1 0 ആണ് minus ln t. Limit t tends to infinity minus ln t, or minus limit t tends to infinity ln t minus t tends to infinity ln t. അതായത് മൈനസ് ഈ limit t tends to infinity ln t എന്നുള്ള നമ്മളിവിടെ പ്രൂവ് ചെയ്തു. Limit x tends to infinity ln x is infinity. അപ്പോൾ limit t tends to infinity ln t equal to infinity. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. It is minus infinity. ഇതും എക്സാമിന് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സിന് പകരം ടി എന്നുള്ള വേരിയബിളിലേക്ക് മാറ്റുകയാണ്. വേർ ടി ഈക്വൽ ടു 1/x. അപ്പോൾ ടി ഈക്വൽ ടു 1/x ആയത് കാരണം എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടി ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ്. അപ്പോൾ എക്സ് ടെൻസ് ടു 0ക്ക് പകരം നമുക്ക് 0 പ്ലസിന് പകരം നമുക്ക് എന്ത് എഴുതാം? ടി ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളതിലേക്ക് എഴുതാം. അപ്പോൾ ഈ ലിമിറ്റിൽ ഞാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ln x ന് പകരം ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ln x, ഈ എക്സിന് പകരം 1/t എന്ന് കൊടുക്കുകയാണ്. t equal to 1/x ആണ്. അപ്പോൾ x ന് പകരം ഞാൻ 1/t എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ this whole limit becomes limit t tends to infinity ln 1/t. അപ്പോൾ അവിടെ നിന്ന് കോഷൻ റൂൾ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഭാഗം. ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട, അങ്ങനെ ഏത് പ്രൂവ് ചെയ്യാൻ ഈ വഴിയല്ലാതെ ഇത് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പ്രൂഫും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. രണ്ടിൻ്റെയും പ്രൂഫ് ചിലപ്പോൾ ആവശ്യം വരില്ല, പക്ഷേ ഈ റിസൾട്ട് ഓർത്ത് വെക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ln x ഈക്വൽ ടു ഇൻഫിനിറ്റി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ln x. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് വാല്യൂസ് എടുക്കില്ലല്ലോ, കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ln x ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്നുള്ളതും കൂടെ ഓർക്കുക. സോ ദാറ്റ് ഈസ് ഫോർ ടുഡേസ് ക്ലാസ്, ദാറ്റ് ഈസ് ഓവർ. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത് നാച്ചുറൽ ലോഗരിതത്തിന്റെ 2, 3, 4 പ്രോപ്പർട്ടീസ് ആണ്. ആദ്യത്തെ പ്രോപ്പർട്ടി നമ്മൾ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നു, ലോഗരിതത്തിലുള്ള അതേപോലെ തന്നെയാണ്. രണ്ടാമത്തത് കോഷൻ റൂളാണ്. മൂന്നാമത്തത് പവർ റൂളാണ്. നാലാമത്തേത് ലിമിറ്റ് വെച്ചിട്ടുള്ള 2 പ്രോപ്പർട്ടീസ്, നാലാമത്തെ 5ാമത്തെ. സോ ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. ബാക്കിയുള്ള അടുത്ത ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇതിന്റെ പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും.